അടിയന്തരാവസ്ഥ കാലത്തെ വയനാട്ടിലെ സമരദിനങ്ങൾ ഓർത്തെടുത്ത് കൽപ്പറ്റ സ്വദേശി രാജേന്ദ്ര പ്രസാദ്. ജില്ലയിലെ സമരമുഖങ്ങൾക്ക് നേതൃത്വം നൽകി ജയിലിലടയ്ക്കപ്പെട്ട് ലാത്തിയുടെ ചൂടറിഞ്ഞ ദിനങ്ങൾ. തന്റെ വീട്ടിൽ താമസത്തിനും ഒളിവിൽ കഴിയുന്നതിനായും എത്തിയവരെയും സമര പോരാട്ടങ്ങളെയും ഓർത്തെടുക്കുകയാണ് രാജേന്ദ്ര പ്രസാദ്. തെരുവിലെ സമരങ്ങൾ, മുദ്രാവാക്യങ്ങൾ, പോലീസിന്റെ ക്രൂരത. ആ ഇരുണ്ട കാലത്തെ പേടിയോടെയല്ല, ആവേശത്തോടെയാണ് രാജേന്ദ്ര പ്രസാദ് ഓർത്തെടുക്കുന്നത്. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു സമരം. താഴെ അങ്ങാടിയിലും തലപ്പുഴയായിട്ടാണ് അവർ കേന്ദ്രീകരിച്ചത്. എവിടെ നിന്നാണ് വരുന്നതെന്നൊന്നും അറിയില്ല. ഏതായാലും നമ്മളെ സമര പരിപാടി മുദ്രാവാക്യം വിളിക്കൽ ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറോളം നിന്നു. ഒരുപാട് ജനങ്ങൾ കാണാൻ വേണ്ടി വന്നിരുന്നു. അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ രാഘവന്റെ നേതൃത്വത്തിൽ വന്ന് ആരുടെ ഇതിന്റെ നേതാവ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനാണെന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ലാട്ടി കൊണ്ട് എൻ്റെ മുതുകൽ പുറകുവശത്ത് അടിക്കുകയും അതൊരു നല്ല ഒരു അടിയാണ് കിട്ടിയത്. അത് ഏകദേശം ഒരു വർഷത്തോളം ആ വേദന സഹിച്ചുകൊണ്ടാണ്. 24 വയസ്സുള്ളപ്പോഴാണ് അടിയന്തരാവസ്ഥക്കെതിരെ രാജേന്ദ്ര പ്രസാദ് തെരുവിലിറങ്ങിയത്. നവംബർ 12 മാനന്തവാടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയതിന് അറസ്റ്റ് വരിച്ചു. 2 മാസക്കാലം ജയിലിൽ കിടക്കുകയും ചെയ്തു. ലാത്തി കൊണ്ട് അടിവാങ്ങി. പലരെയും പോലീസ് ക്രൂരമായി മർദ്ദിച്ചു. അർദ്ധരാത്രിയില് വാഹനങ്ങൾ കയറ്റി ഫോറസ്റ്റിന്റെ മധ്യഭാഗത്തിൽ പല ദിക്കിലായിട്ട് വിട്ടിട്ട് അവര് ചെയ്യും. അങ്ങനെ വന്യമൃഗങ്ങളുടെ ഇതിൽ നിന്നൊക്കെ അവര് രക്ഷപ്പെടുകയാണ് ചെയ്തത്. ആ തരത്തിലുള്ള കുറെ കാര്യങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. ആ കാലത്ത് KG മാരാർ വീട്ടിലെത്തി ഒളിവിൽ കഴിഞ്ഞതും രാജേന്ദ്ര പ്രസാദ് ഓർത്തെടുക്കുന്നു. 16 ബാച്ചുകളിലായി 141 പേരാണ് സമരമുഖത്ത് ഇറങ്ങിയത്. ഇവരിൽ പലരും ഇന്ന് അവശരാണ്. പോലീസിന്റെ ക്രൂര പീഡനമേറ്റവർ. പിന്നീട് മർദ്ദനങ്ങള് പല ബാച്ചിലും നല്ല രീതിയിലുള്ള മർദ്ദനങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പൊ എന്റെ ബാച്ചിലൊക്കെ പറഞ്ഞാൽ എനിക്ക് മാത്രം കിട്ടിയിട്ടില്ലെങ്കിലും എന്റെ കൂടെയുള്ള ER വിജയകുമാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മാനന്തവാടിയുള്ള ഒരു പോലീസ്, അയാളുടെ പേര് പപ്പൻ എന്ന് പറയും അങ്ങോട്ടേക്ക്. ഏതായാലും ആ പോലീസ് ചൂരൽ വെടി ഉപയോഗിച്ച് കഷ്ണമാവുന്നവരെ അടിച്ച് ശരിയാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്, ഒരു കച്ചവടക്കായിട്ട് ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സമരത്തിൽ പങ്കെടുത്തവരിൽ പലരും ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരാണ്. ഇവർക്ക് വേണ്ട സഹായങ്ങൾ നൽകണമെന്നും അടിയന്തരാവസ്ഥയെ 2ാം സ്വാതന്ത്ര്യ സമരമായി പ്രഖ്യാപിക്കണമെന്നുമാണ് രാജേന്ദ്ര പ്രസാദിന്റെ അപേക്ഷ. അവർക്ക് സാമ്പത്തിക സഹായങ്ങൾ പെൻഷൻ രീതിയിലോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആയുഷ്മാൻ ഭാരത് മുഖേനയുള്ള ആ ചികിത്സ ഈ ഇതിലുള്ള അവർക്ക് അത് പൂർണ്ണമായിട്ട് അവർക്ക് കൊടുക്കാനുള്ള ഒരു സംവിധാനം ചെയ്യണം. ജിൻസ് തോട്ടുങ്കര, വയനാട് വിഷൻ, കൽപ്പറ്റ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വയനാട് വിഷൻ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.